നമ്മൾ വിനോദസഞ്ചാരത്തിനൊക്കെ പോകുമ്പോൾ കൂടുതലും ഈ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിൽ വിനോദസഞ്ചാരത്തിന് പോകാറുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കുകളിൽ ഒരു ദിവസം ഇങ്ങനെ ചെലവഴിക്കുന്നത് പുറത്തെ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് ടെൻഷനുകളും സമ്മർദ്ദങ്ങളും പിന്നെ ജോലിയുടെ തിരക്കും അങ്ങനെ നമുക്ക് ഒരു സാധാരണ മനുഷ്യനിപ്പം നിന്നിരിയാൻ സമയമില്ല. 24 മണിക്കൂർ പോരാ മനുഷ്യന് ജീവിക്കാൻ എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അമ്യൂസ്മെൻറ്റ് പാർക്കുകളിൽ പോകുക, അവിടെ ഒന്ന് ഉല്ലസിക്കുക, ഒന്ന് അർമാദിക്കുക, അവിടെയുള്ള ജൈൻ വീലുകളിലൊക്കെ ഒന്ന് കയറുക, അതിനകത്ത് ഇരുന്ന് പിന്നെ വല്ലാതെ വീർപ്പ് മുട്ടുക, അത് പുറത്ത് താഴെ ഇറങ്ങുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം, ആഹ്ലാദം, പിന്നെ വെള്ളത്തിൽ കുളിക്കുക, ഇങ്ങനെയെല്ലാം ഒരു വല്ലാതെ നമ്മൾ ആഹ്ലാദിക്കാൻ വേണ്ടിയാണ്, മനസ്സൊന്ന് ഉല്ലസിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം ഈ ജൈൻ വീലുകളിലും അതുപോലെ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലൊക്കെ പോകുന്നത്. പക്ഷേ അതാ ഇപ്പോൾ ഒരു വല്ലാത്തൊരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണുക, എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. उल्टा घुमा दिया, नीचे कर, नीचे झूला चढ़ जा कोई यार। वो ड्राइव है കണ്ടില്ലേ, ഒരു ജൈൻ വീലിൽ കയറിയ ഒരു കൊച്ചു പെൺകുട്ടി ഈ ജൈൻ വീലിലെ ബക്കറ്റിനകത്ത് നിന്നും പുറത്ത് വീണുപോയി. ഈ ബക്കറ്റിൽ എല്ലാ സുരക്ഷിത സംവിധാനങ്ങളും വേണ്ടതാണ്, അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. നമ്മളതിനകത്ത് കയറിയിരിക്കുമ്പോൾ ബെൽറ്റിട്ട് കെട്ടുന്നു, എന്നിട്ട് നമ്മൾക്ക് പിടിക്കാൻ നല്ല സൗകര്യം ഉണ്ടാക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പല ജൈൻ വീലുകൾ നടത്തുന്ന ആൾക്കാരും ഇതൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. ഇതെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കണമെന്നും ജൈൻ വീല് നടത്താൻ പ്രത്യേക അനുമതി വേണമെന്നും, അനുമതി കൊടുക്കുമ്പോൾ ഇത്തരം സുരക്ഷിതത്വ സംവിധാനങ്ങൾ, സെക്യൂരിറ്റി സംവിധാനങ്ങൾ അതിനകത്തെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ടോ, അതെല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും. അതിനുശേഷമാണ് ഇത്തരം ജൈൻ വീലുകൾ പ്രവർത്തിക്കാൻ പല സ്ഥലങ്ങളിലും അനുവാദം കൊടുക്കും. ഇപ്പം നമ്മുടെ നാട്ടിലെ നമ്മുടെ ഉത്സവ പറമ്പുകളിൽ പോലും, അതുപോലെ തന്നെ ചില മേളകളിൽ, ഒരു പ്രത്യേക മേളകളിലൊക്കെ ഇത്തരം ജൈൻ വീലുകളുണ്ട്. എല്ലായിടത്തും ഇപ്പോൾ ജൈൻ വീലുകളുണ്ട്. അപ്പോൾ ഉത്സവ പറമ്പുകളിൽ അത് വലിയ സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. പക്ഷേ അവിടെയൊന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു സെക്യൂരിറ്റി മുൻകരുതലുകൾ എടുത്തിട്ടാണോ ചെയ്യുന്നത് ഇപ്പോൾ സംശയമാണ്. എന്തായാലും ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നത്. നമ്മളെല്ലാം ഒരു വിശ്വാസത്തിലാണ്, നമ്മൾക്ക് അതിനകത്തിരുന്ന് ഉല്ലസിച്ച് തിരിച്ചിറങ്ങി വരാമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇത്തരം ജൈൻ വീലുകളിൽ കയറുന്നത്. പക്ഷേ ഈ പെൺകുട്ടി ഈ ബക്കറ്റിൽ നിന്നും അറിയാതെ ഏറ്റവും മുകളിൽ ചെന്നപ്പോൾ ബക്കറ്റിൽ നിന്നും തെറിക്ക് പോകുന്നു. പക്ഷേ ഭാഗ്യത്തിന് ആ കുട്ടിയുടെ മനസാന്നിധ്യം നമ്മൾ സമ്മതിക്കണം. ആ കുട്ടി കമ്പിയിൽ പിടിച്ചു, പുറത്ത് വെളിയിലുള്ള ജൈൻ വീലിലെ കമ്പിയിൽ പിടിച്ചു, അതിൽ തൂങ്ങിക്കിടന്നു, എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. എന്തായാലും ഈ ജൈൻ വീലിൽ 60 അടി ഉയരത്തിൽ നിന്ന് ആണ് ഈ കുട്ടി വീണതെന്ന് ആലോചിക്കുക. 60 അടി ഉയരം എന്ന് പറഞ്ഞാൽ ആ കുട്ടി തറയിൽ വീണെങ്കിൽ പിന്നെ പൊടി കിട്ടില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ആലോചിക്കുക. നമ്മളൊരു കൊച്ചു പെൺകുട്ടി നമ്മൾ പിന്നെ ആഹ്ലാദിക്കാൻ വേണ്ടി കയറ്റി വിട്ടതാണ്. രക്ഷാർത്ഥകളെല്ലാം താഴെ നോക്കി നിൽക്കുകയാണ്. നോക്കണം, നമ്മൾ അത് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു വല്ലാത്തൊരു ഭീകരത നമുക്ക് മനസ്സിലാവും. എന്തായാലും 60 അടി ഉയരത്തിൽ വീണ 13കാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ്. ഈ പെൺകുട്ടി വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ജൈൻ വീലിന്റെ കമ്പിയിൽ തൂങ്ങിക്കിടന്നാണ് പെൺകുട്ടി രക്ഷപ്പെട്ടത്. ഉത്തർപ്രദേശാണ്, നമ്മുടെ നാട്ടിലല്ല കേട്ടോ, ഉത്തർപ്രദേശിലാണ് ഈ സംഭവം നടന്നത്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്സവ പറമ്പുകളിലെല്ലാം ഇത് ഇങ്ങനെ വലിയ സർവ്വസാധാരണമായി മാറിയിരിക്കുന്നതാണ്. ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരി ജില്ലയിലെ രഖേട്ടി ഗ്രാമത്തിലാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ജൈന്റ് വീൽ കറങ്ങുന്നതിനിടെ പെട്ടെന്നുണ്ടായ കുലുക്കത്തിൽ, ഇങ്ങനെ ഒരു കുലുക്കം ഉണ്ടാവുമല്ലോ, അതിൽ പെട്ടെന്ന് ബാലൻസ് തെറ്റിയാണ് പെൺകുട്ടി ഇരിപ്പിടത്തിൽ നിന്നും പുറത്തേക്ക് വീണത് എന്ന് പറയുന്നുണ്ട്. വീലിന്റെ കമ്പിയിൽ പിടികിട്ടിയതിനാൽ താഴേക്ക് വീണില്ല, എന്തോ ഭാഗ്യം കൊണ്ട് കമ്പിയിൽ വീണു. പക്ഷേ കമ്പിയിൽ വീണിട്ടും ആ കുട്ടി മനസാന്നിധ്യം നിന്നു, ഒന്ന് നിലവിളിച്ചു ഒക്കെ ശരി തന്നെ, പക്ഷേ പിടിവിടാതെ തൂങ്ങിക്കിടന്നു എന്നതാണ്. തുടർന്ന്
തുടർന്ന് ഓപ്പറേറ്റർ ജെയിൻ വീൽ പതിയെ പെട്ടെന്ന് നിർത്തുന്നു. ജെയിൻ വീൽ നല്ല ഇങ്ങനെ വേഗത്തിലാണ് കറങ്ങുന്നത്, നമുക്കറിയാമല്ലോ. അപ്പോൾ അത് കറങ്ങി പെട്ടെന്ന് അയാൾ മോട്ടോർ ഓഫ് ചെയ്യുന്നു. അത് കറങ്ങി നിൽക്കാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ ആ കുട്ടി അതിനകത്ത് തൂങ്ങിക്കിടന്നു. ഒന്ന് പേടിച്ച് നിലവിളിച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിലും തൂങ്ങിക്കിടന്നു. പിന്നീട് മോട്ടോർ വെച്ചല്ല, പിന്നെ ഈ ജെയിൻ വീലിൻ്റെ ഓപ്പറേറ്റർ കുറേശ്ശെ കൈ കൊണ്ട് പിടിച്ച് തിരിച്ച് താഴെ കൊണ്ടുവന്നാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. എന്തായാലും തുടർന്ന് ഓപ്പറേറ്റർ ജെയിൻ വീല് പുതിയ കറക്കി പെൺകുട്ടിയെ താഴെ എത്തിച്ചു. എന്നാൽ ഇവിടെ ജെയിൻ വീൽ പ്രവർത്തിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല എന്ന് അധികൃതർ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോഴൊക്കെയാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോഴാണ് ഇതിനകത്ത് നമ്മൾ സുരക്ഷിതത്വ സംവിധാനങ്ങളെല്ലാം മുൻകരുതലെല്ലാം എടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത്. പക്ഷേ അവിടെ അങ്ങനെ ഒരു അനുവാദം വാങ്ങിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ അവിടുന്ന് അധികൃതർ പറയുന്നത്. അതേസമയം ആരുടെ അനുമതിയിലാണ് ജെയിൻ വീൽ പ്രവർത്തിച്ചതെന്ന് അന്വേഷിക്കുമെന്ന് സബ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അവിടുത്തെ രാജീവ് നിഗം എന്ന് പറയുന്ന മജിസ്ട്രേറ്റ് അന്വേഷിക്കുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കരുതിയിരിക്കുക, നമ്മുടെ നാട്ടിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൂടായികയില്ല. നമ്മുടെ ഉത്സവ പറമ്പുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർവ്വസാധാരണമാണിത്. നമ്മൾ കുട്ടികളെ കയറ്റുമ്പോൾ അതിനകത്ത് എല്ലാവിധ സുരക്ഷിത സംവിധാനം ഉണ്ടോ എന്ന് പരിശോധിക്കുക. അത് നടത്തുന്ന മേളക്കാരോ ഉത്സവ കമ്മിറ്റികളോ ഇതിന് കൃത്യമായിട്ട് വേണ്ടപ്പെട്ട അധികാരികളിൽ നിന്നും അനുവാദം വാങ്ങിയിരിക്കണം. അങ്ങനെ വാങ്ങാതെ ചെയ്യുന്നത് വലിയ ദ്രോഹമാണെന്നും മനസ്സിലാക്കുക. എന്തായാലും ഈ വീഡിയോ കണ്ടപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മളും നമ്മുടെ വീട്ടിൽ നിന്നും കുട്ടികളെ ആഘോഷത്തിന് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഞാനൊരു അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ഒരു പ്രധാന സംഘാടകനായിരുന്നു. അവിടെ ഞങ്ങൾ ഇതുപോലെ ജെയിൻ വീൽ കൊണ്ടുവന്നിരുന്നു. അത് ഒരാളിന് ഒരു ഏജൻസിക്ക് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ അപ്പോഴും ഇപ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഉത്സവ കമ്മിറ്റിക്കാർ അത്തരം ഇവർക്ക് ഇതിൻ്റെ സുരക്ഷിതമായ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിച്ചില്ല. അത് വലിയൊരു തെറ്റാണെന്ന് ഇപ്പോൾ തോന്നുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഇനി ഉത്സവങ്ങളുടെ കാലം വരാൻ പോവുകയാണ്. ജാഗ്രത.